ആദിവാസി ഊരുകളിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരവുമായി ഊരുമൂപ്പന്മാർ. ജില്ലാ പട്ടികവർഗ ഓഫീസിൽ ഭക്ഷ്യക്കിറ്റുകൾ തിരികെ ഏൽപ്പിച്ചും ചക്കക്കുരു വറുത്തത് വിതരണം ചെയ്തുമായിരുന്നു ആദിവാസി സംഘടനകളുടെ പ്രതിഷേധം. വിതരണക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ITDP ഉദ്യോഗസ്ഥർ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. തൊടുപുഴ താലൂക്കിലെ വെണ്ണിയാനി, മൂലക്കാട്, പോച്ചപ്ര, കരിപ്പിലങ്ങാട് ഉൾപ്പെടെയുള്ള ആദിവാസി ഊരുകളിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വിവിധ ആദിവാസി സംഘടനകൾ ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് എത്തിയത്. തൊടുപുഴ സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന പ്രതിഷേധ കൂട്ടം ആദിവാസി മുതുവൻ സമുദായ സംഘം സംസ്ഥാന പ്രസിഡന്റ് M. പാൽരാജ് ഉദ്ഘാടനം ചെയ്തു. ആദിവാസികൾക്ക് കൊടുത്ത് മറ്റ് നിർത്തിപ്പോയ ഓയിലുകളും മറ്റും നല്ലതാണോ എന്ന് നമ്മൾക്ക് മീതെ നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം മറ്റ് ആൾക്കാർക്ക് വിതരണം ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും. ചിന്നക്കനാൽ നേരത്തെ ആനയുടെ താവളമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ആദിവാസികൾക്ക് പട്ടയം നൽകിയത്. അവിടെ ഈ കാട്ടുമൃഗങ്ങളും മറ്റും ഉള്ളതെന്ന് കണ്ടുകൊണ്ട് എങ്ങനെയും ആദിവാസികളെ ഒഴിവാക്കി കാട്ടുമൃഗത്തിന്റെ ചവിട്ടേറ്റ് ചാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റുകൾ അന്ന് ചെയ്യുന്നു. പക്ഷെ അരിക്കൊമ്പൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കും പറയാനുള്ളത്. അവിടെ ആനയിറങ്കൽ എന്ന് പേരുള്ളത് പണ്ടേ ആനയുള്ള വാസസ്ഥലമാണ്. അവിടെ ആദിവാസികളെ കുടിയേറ്റി അവിടെ 300-400 വർഷം മുന്നേ താമസിക്കുന്ന മുതുവാൻ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് അന്ന് ഈ സ്ഥലം പട്ടയം നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടം കൊടുത്താൽ ആ പാവങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങളെപ്പോലെ അവർ കഴിയില്ല, ഇത് ആനത്താരയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അന്ന് ഈ ആദിവാസികളെ എങ്ങനെയെങ്കിലും ഇവിടെ കയറ്റി ഇവര് കാട്ടാനയുടെ ചവിട്ടും പുല്ലും സഹോദരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇവരൊക്കെ നാട് വിട്ടോളും എന്നുള്ള കണക്ക് ഉണ്ടായിരുന്നു. പീരുമേട് ഊരുമൂപ്പൻ രാഘവന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ MI ശശി, NK ബിജു, PA മോഹനൻ, ശ്രീജിത്ത് ഒളിയറക്കൽ, KS ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ആദിവാസി സംഘടനകൾ ITDP ഓഫീസിലെത്തി ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റുകൾ തിരികെ ഏൽപ്പിച്ചും ചക്കക്കുരു വറുത്തത് വിതരണം ചെയ്തും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ളവയുമായാണ് ആദിവാസി സംഘടനകൾ സമരത്തിന് എത്തിയത്. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയും വിതരണം ചെയ്തവയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിനു പുറമെ സോപ്പിനടക്കം പല സാധനങ്ങളിലും അധിക വില രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും വരെ ITDP ഓഫീസിലെ ഉപരോധ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഊരുമൂപ്പന്മാർ നിലപാടെടുത്തതോടെ വൻ പോലീസ് സംഘവും സ്ഥലത്ത് എത്തി. അങ്ങനെ തീരുമാനം ഇപ്പം പറയാൻ പറ്റില്ല. തുടർന്ന് വിതരണക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് ITDP ഉദ്യോഗസ്ഥർ രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, MD ന്യൂസ്. പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.